ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ധവിശ്വാസത്തിന്റെയും അനാചാരങ്ങളുടെയും അശ്ലീലതകളുടെയും ആപത നിലങ്ങളിൽ നിന്ന് ചങ്ങലക്കെട്ടുകളെ മുഴുവനും വലിച്ചെറിഞ്ഞിട്ട് സ്വാതന്ത്ര്യത്തിന്റെയും ചിന്തയുടെയും നന്മകളുടെ വിളപാടങ്ങളിലേക്ക് ഒരു ജനതയെ മുഴുവനും പരിവർത്തനത്തിന്റെ പടപ്പുറപ്പാട്ടുമാക്കിയ പരിവർത്തനത്തിന്റെ നായകൻ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷക്കാലത്തെ സംഭവ ബഹുലമായ ഉദ്വേഗജനകമായ പ്രവാചകന്റെ ജീവിതത്തിന്റെ ഇടയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതമേതായിരുന്നു എന്നറിയാൻ ഞങ്ങളുടെ ഇടയിൽ വലിയ താല്പര്യമുണ്ട്. അതുകൊണ്ട് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവിയെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതമേതാ സഹാബാക്കളുടെ സന്ദേഹപൂർവ്വമുള്ള ചോദ്യത്തിന് മറുപടിയായി ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതമേ ഒരു അത്ഭുതമാണ്. അതായിരുന്നുവല്ലോ പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് സഹധർമ്മിണിയുടെ സാക്ഷ്യപ്പെടുത്തലുകളാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് ഇതാണ് അത്ഭുതം, ഇതാണ് അത്ഭുതം, ഇതാണ് അത്ഭുതം, ഇതാണ് മഹാത്ഭുതം എന്ന് വേർപെട്ട് പറയാൻ കഴിയില്ല. അവിടുത്തെ അടക്കവും അനക്കവും, അവിടെ ഉറക്കവും, അവിടുത്തെ ഉണർവും, അവിടെ വാക്കും, അവിടുത്തെ വാചാലയും, അവിടുത്തെ മൗനവും, അവിടുത്തെ നിശബ്ദതയും, അവിടുത്തെ നിശബ്ദത പോലും ഒരു അത്ഭുതമായിരുന്നു എന്ന് ലോകത്തോട് പറഞ്ഞു. ആയിഷ റളിയല്ലാഹു തആല അൻഹാ മൗനം പോലും വാചാലമാക്കിയ, വാചാലം പോലും ഏറ്റവും വലിയ അത്ഭുതമാക്കി മാറ്റിയ ലോകത്തിന്റെ മഹാത്ഭുതമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് ഏറ്റവും വലിയ അത്ഭുതം ഏതാണ് എന്ന് ചോദിച്ചാൽ ആയിഷ റളിയല്ലാഹു തആല പറയാ, പക്ഷേ എനിക്ക് ഏറ്റവും അത്ഭുതമായി തോന്നിയ ഒരു സന്ദർഭമുണ്ട്. ആയിഷ റളിയല്ലാഹു തആല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷത്തെ സംഭവ ബഹുലമായ ജീവിതത്തിന്റെ ഇടയിൽ ഏറ്റവും വലിയ അത്ഭുതമായി രേഖപ്പെടുത്തിയ സംഭവം ഏതെന്ന് നിങ്ങൾക്കറിയോ? ആ നൽകിയ സംഭവം സത്യാസത്യ വ്യവച്ഛേദനത്തിന് വേണ്ടി ന്യൂനപക്ഷം ഭൂരിപക്ഷവുമായി ഏറ്റുമുട്ടിയ ബദറല്ല, അതിജീവനത്തിന്റെ കലകൾ മുഴുവനും, അതിജീവനത്തിന്റെ തന്ത്രങ്ങൾ മുഴുവനും പാടിപ്പോയി പരാജയത്തിലേക്ക് പോയ ഉഹദിന്റെ കഥയല്ല, പാരാവാരം പോലെ പരന്നു കിടക്കുന്ന എതിരാളികളുടെ മുമ്പിൽ പട്ടിണി കിടന്നുകൊണ്ട് കിടന്നു കുടിച്ച ഖൈബറിന്റെ കഥയല്ല, ഹന്തക്കിന്റെ കഥയല്ല, ചന്ദ്രനെ പിളർത്തിയ സംഭവമല്ല, അല്ലാഹുവിന്റെ പ്രവാചകന്റെ വിരലിന്റെ സാന്നിധ്യത്തിൽ ചന്ദ്രഗോളത്തെ പിളർത്തി കാണിച്ചതല്ല. ആയിഷ റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതമായി പറഞ്ഞത് ഒരു രാത്രിയാണ്. ഏത് രാത്രി? ആയിഷ റളിയല്ലാഹു തആല പറയാ, ഒരു ദിവസം പാതിരാ സമയത്ത് പ്രവാചകൻ എന്റെ വീട്ടിലേക്ക് വന്നു. പാതിരാ സമയത്ത് അത്താഴം കഴിച്ച് ഞാനും എന്റെ പ്രവാചകനുമല്ല, ഞാനും എന്റെ ഭർത്താവും കൂടി കിടപ്പുമുറിയിലേക്ക് പോയി. കിടപ്പുമുറിയിലേക്ക് പോയാൽ ഒരു യഥാർത്ഥ ഭർത്താവിനെ പോലെ പെരുമാറിയ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മസ്ജിദ് നബവിയുടെ മറുഭാഗത്ത് കൂട്ടിവെച്ച ഒരു ഈത്തപ്പന മരത്തിന്റെ ഓല വിരിച്ചിട്ട് ഞങ്ങളുടെ കടപ്പുറയിൽ ബെഡ്റൂമുകളല്ല, കോൺക്രീറ്റ് സൗധങ്ങളല്ല, രാജകീയ നൗകയില്ല, ഒരു ശീതീകരിച്ച റൂമിൽ കൊതുകിന് പോലും കടന്നു വരാൻ കഴിയാത്ത ശീതീകരിച്ച റൂമുകളില്ല. അവിടെ ഈത്തപ്പന മരത്തിന്റെ ഓലകളെ വിരിച്ചിട്ടും മരിപ്പച്ചയുടെ മുകളിൽ മണലാരുണത്തിൽ കിടന്ന ഒരു പ്രവാചകനെ പോലെ എന്റെ പ്രിയപ്പെട്ട ഭർത്താവും ഞാൻ കൂടി ഈത്തപ്പന മരത്തിന്റെ ഓല മണൽത്തരികളുടെ മുകളിൽ വിരിച്ചിട്ടിട്ട് കിടക്കുമ്പോ ഞങ്ങൾ രണ്ടുപേരും ഉറക്കത്തിലേക്ക് ഞങ്ങളുടെ കണ്ണുകൾ കടന്നുപോയി. ആ കടന്നുപോയ സമയത്ത് ആയിഷ റളിയല്ലാഹു തആലയുടെ വാക്കുകളെ കടമെടുത്തു പറഞ്ഞാൽ മഹദിയവറുകളെ രേഖപ്പെടുത്തുകയാ, ഫലസിക ജിൽദുഹു വലാ ജിൽദി, എന്റെയും പ്രവാചകന്റെ ഈ ചർമ്മങ്ങൾ തമ്മിൽ പരസ്പരം ചേരുന്ന രീതിയിൽ ഞങ്ങൾ രണ്ടുപേരും ആലിംഗനബദ്ധരായി ഞങ്ങളുടെ കിടപ്പറയിൽ കിടക്കവേ പാതിരാവിന്റെ യാമങ്ങൾ ഓരോന്നോരോന്നായി കൊടിഞ്ഞു പോകവേ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറക്കത്തിൽ നിന്ന് പെട്ടെന്നെന്തോ കണ്ട് പേടിച്ചതുപോലെ, ഭയപ്പെട്ടതുപോലെ, വിഹുലതയോടെ, വിഭ്രാന്തിയോടെ, പരിഭ്രാന്തിയോടെ അല്ലാഹുവിന്റെ പ്രവാചകൻ ഞെട്ടുന്നത് ഞാൻ കണ്ടു. എന്തെന്നറിയാതെ പ്രവാചകന്റെ ശരീരത്തിന്റെ വിറയൽ എന്റെ ശരീരത്തിലേക്ക് വിദ്യുത് പ്രവാഹം പോലെ പ്രവഹിച്ചപ്പോ പെട്ടെന്ന് ഞാൻ എന്റെ കൈയെടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ നോക്കുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം മുഴുവനും വിയർപ്പിൽ മുങ്ങി കുളിച്ചു കിടക്കുകയാ. എന്താണ് നബിയെ പരിഭ്രാന്തി
ഭാര്യയോട് ചോദിച്ചപ്പോ ഹബീബായ നബി തങ്ങൾ എന്നോട് ചോദിച്ചു, ആയിഷ നീ അനുമാനം തരികയാണെങ്കിൽ ഈ രാത്രി സമയത്ത് ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പിൽ 2 റക്അത്ത് നിസ്കരിക്കാം, എനിക്ക് അനുമാനം തരുമോ ആയിഷ? റളിയല്ലാഹു തആല ആയിഷ ബീവി പറയാ, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പ്രവാചകൻ എന്ന ഭർത്താവിനെ പഠിക്കണമെങ്കിൽ പാതിരാ സമയത്ത് തന്റെ പടച്ചറപ്പിന്റെ മുമ്പിൽ 2 റക്അത്ത് നമസ്കാരം നിർവഹിക്കുക, തന്റെ ശരീരത്തോട് ചേർന്ന് കിടക്കുന്ന ഭാര്യയോട് അനുവാദം കാണിച്ചു കൊടുത്ത അനുവാദം ചോദിച്ചിട്ട് യഥാർത്ഥ ഭർത്താവിന്റെ ഗുണമേതെന്ന് ലോകത്തോട് പഠിപ്പിച്ചു കൊടുത്ത രാത്രി സമയം നിന്റെ ഭാര്യക്ക് അവകാശപ്പെട്ടതാണ്. ഭാര്യക്ക് അവകാശപ്പെട്ട സമയത്ത് അള്ളാഹുവിന് ഇമാറത്ത് ചെയ്യാൻ പോകുമ്പോ അത് ഭാര്യയോട് നീ ഒന്ന് പറയണേ എന്ന് ലോകത്തോട് പറഞ്ഞു കൊടുത്ത ഒരു നിമിഷത്തെ വാക്ക് പോലും ലോകാവസാനം വരുന്ന അനുയായികൾക്ക് ജീവിതത്തിന്റെ സന്ദേശമാക്കി മാറ്റിയ വെറുതെയല്ല നാരായണ ഗുരു പ്രവാചകനെ കുറിച്ച് പറഞ്ഞത്. ഈ പ്രവാചകനെ ഞാൻ എങ്ങനെയാണ് വിവരിച്ചു തരിക? പ്രവാചകനെ പറയാൻ നമുക്ക് കഴിയില്ലല്ലോ, നമ്മുടെ വിഷയം അതുമല്ലല്ലോ. അതുകൊണ്ടാണ് നാരായണ ഗുരു പറഞ്ഞത്, ഏത് പ്രവാചകനാണ് പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്ര പുത്രനോ കരുണാവാൻ നബി മുത്തുരത്തമോ? ഈ പ്രവാചകനെ ഞാൻ ഏത് വാക്കുകൊണ്ടാണ് വിശേഷിപ്പിക്കേണ്ടത്? ഇത് ലോകത്തിന്റെ പ്രവാചകനാണ്, ഇത് ആശയത്തിന്റെ പ്രവാചകനാണ്, ഇത് ജീവിതം തന്നെ ഒരു തപസ്യയാക്കി മാറ്റിയ, സമസ്യകളുടെ മുന്നിൽ ഒരു തപസ്യയാക്കി മാറ്റിയ ലോകത്തിന്റെ പ്രവാചകനാണ്. ഇത് ലോകത്തിന്റെ മുത്താണ്, ഇത് പുരുഷന്റെ സൗന്ദര്യമാണ്, ഇത് ദൈവത്തിന്റെ അവതാരമാണ്. പറയാൻ വാക്കുകളില്ല സഹോദര, പറയാൻ എങ്ങനെയാണ് എനിക്ക് കഴിയുക? ശുജായി ചോദിച്ചതുപോലെ മദനമനമുടി അഴകും നബിയുടെ മധുഹുമുര ചെയ്തു മുടിയുമോ? മദനമനമുടി അഴകും നബിയുടെ മധുഹുമുര ചെയ്തു മുടിയുമോ? ഈ പ്രവാചകന്റെ മധു പറയാൻ എന്റെ നാവിന് കഴിയുമോ? ദിൽമേ സബാ തുമാരേ ലിയേ, നിങ്ങളെ കുറിച്ച് പറയാനാണ് പ്രവാചകരെ എനിക്ക് അല്ലാഹു എന്റെ നാവിനെ തന്നത്. പക്ഷേ അല്ലാഹു തന്ന നാവ് കണ്ണങ്ങേ പറയാൻ എന്റെ നാവിന് കഴിയില്ലല്ലോ. തന്റെ പാതിരാ സമയത്ത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ പോകുമ്പോ തന്റെ ഭാര്യയോട് അനുമാനം ചോദിച്ചിട്ട് ഒരു യഥാർത്ഥ ഭർത്താവാണെന്ന് പഠിപ്പിച്ചു കൊടുത്തു ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, ആയിഷ ബീവി നബിയേ, അങ്ങയും അങ്ങയുടെ റബ്ബും തമ്മിലുള്ള ബന്ധത്തിന്റെ ഇടയിൽ ആയിഷ എന്തിനെ തടസ്സമാകണം നബിയേ? പോയിക്കൊള്ളുക. ആയിഷ റളിയല്ലാഹു തആല വിവരിക്കുകയാ, എന്നോട് യാത്ര ചോദിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് വാതിൽ തുറന്ന് മസ്ജിദ് നബവിയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ഒരേ ഭിത്തി ചേർന്നിരിക്കുന്ന വീടും പള്ളിയുമാണ്. അവിടെ നിന്ന് നേരെ വീട്ടിലിരുന്നാല് പള്ളിയിലെ ശബ്ദം കേൾക്കാം, പള്ളിയിലിരുന്നാല് വീട്ടിലെ ശബ്ദം കേൾക്കാം. ഒരു മറക്കുള്ളിൽ അതിർത്തികൾ നിർണയിച്ച മസ്ജിദ് നബവിയുടെയും ബൈത്തു ആയിഷയുടെയും ഇടയിൽ ഹബീബായ നബി തങ്ങളെ നേരെ പോയി പാതിരാ സമയത്ത് ഒളു കൊടുത്തു. എന്നിട്ട് അല്ലാഹുവിന്റെ മുമ്പ് മദീനയുടെ മണൽത്തരികളല്ല, മദീനയുടെ ഈത്തപ്പഴം മരങ്ങൾ പോലും ഉറക്കം തൂങ്ങിക്കിടക്കുന്ന നിശബ്ദമായ രാത്രിയിൽ ഹബീബായ നബി തങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ കൈകെട്ടിയിട്ട് ആദ്യത്തെ റക്അത്ത് നിസ്കരിച്ചു. ആദ്യത്തെ റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ബഖറ പാരായണം ചെയ്തു. രണ്ടാമത്തെ റക്അത്തിൽ സൂറത്ത് ആല ഇംറാൻ മുഴുവനായി പാരായണം ചെയ്തു. ഏതാണ്ട് 3.5 ജുസോളം 2 റക്അത്തിൽ ദീർഘമായ പാരായണം ചെയ്തു. അവസാന ഹബീബായ നബി തങ്ങൾ അവിടെ 2 റക്അത്ത് നമസ്കരിക്കുകയാ. ആയിഷ ബീവി പറയുന്നുണ്ട്, ഈ പാരായണം ചെയ്തിട്ട് റുക്കൂയിൽ പോകുമ്പോൾ റുക്കൂയിൽ നിന്ന് മുത്ത് നബി കരഞ്ഞു, ഇഅ്തിദാലിലും കരഞ്ഞു, സുജൂദിലും കരഞ്ഞു. ആ സുജൂദിൽ കിടന്ന് പ്രവാചകൻ കരയുമ്പോ കാസീരേ മിർജലി, ചുറ്റുമെടുത്ത് കിടക്കുന്ന ചീനച്ചട്ടിയിലേക്ക് പച്ചവെള്ളം ഒഴിച്ചാൽ ഏത് ശബ്ദമുണ്ടാകുമോ അതേ ശബ്ദം പ്രവാചകന്റെ ഹൃദയത്തിൽ നിന്ന് കേൾക്കുന്ന രീതിയിൽ ഹബീബായ നബി തങ്ങളുടെ നിസ്കാരത്തിന്റെ സുജൂദിൽ കിടന്ന് പൊട്ടി പൊട്ടി കരയാ. എന്റെ സഹോദരങ്ങളല്ലാണ്ട് റസൂലിനെ ഇത്ര ഭയചകിതമായി കരയിപ്പിച്ച വസ്തുത ഏതാ? 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പിന്നെയും 2 റക്അത്ത് നിസ്കരിച്ചു, പിന്നെയും 2 റക്അത്ത് നമസ്കരിച്ചു. ഓരോ നിസ്കാരം കഴിഞ്ഞിട്ടും അല്ലാഹുവിന്റെ മുമ്പിൽ കവിൾ
കവിൾത്തടത്തിലൂടെ കണ്ണുനീര് തടം തല്ലിയാ തുടങ്ങി കരഞ്ഞു കരഞ്ഞ് രാത്രിയുടെ യാമങ്ങൾ ഓരോന്നോരോന്നായി കടന്നു പോകവേ നിസ്കാരവും കരച്ചിലുമായി അല്ലാഹുവിന്റെ റസൂലിന്റെ അന്നത്തെ രാത്രി പകലിനോടെടുക്കുമ്പോ അതാ കിഴക്ക് നിന്ന് അരുണിമയുടെ പ്രഭാത പൊട്ടിവിടരുന്ന പ്രഭാതത്തിന്റെ വരവറിയിച്ചുകൊണ്ട് മസ്ജിദുൻ നബവിയിൽ വാങ്ങി വിളിക്കാൻ ആദരവായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല കടന്നു വന്നു. മഹാനായ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു തആല പള്ളിയുടെ മുറ്റത്തെത്തുമ്പോഴേ ഒരു വല്ലാത്ത കരച്ചിൽ കേൾക്കാം. ആരാണ് പാതിരാ സമയത്തിരുന്ന് കരയുന്നതെന്നറിയാൻ ബിലാൽ റളിയല്ലാഹു തആല പള്ളിയുടെ ഉള്ളിലേക്ക് നോക്കുമ്പോ കാണുന്ന കാഴ്ച തന്റെ കാൽമുട്ടുകൾക്കിടയിലേക്ക് മുഖം പൂത്തി വെച്ചിട്ട് ലോകത്തിന്റെ തിരുദൂതരിയെ കരയുകയാണ് നിയന്ത്രണമില്ലാതെ. ഇത് കണ്ട് കൽബ് പടുത്തുകൊണ്ട് ബിലാൽ റളിയല്ലാഹു തആല ചോദിച്ചു അത്രേ, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ഫിദാക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ് മല്ലദീ യബ്കാക യാ റസൂലല്ലാഹ്. എന്റെ മാതാവിനേക്കാളും എന്റെ പിതാവിനേക്കാളും എന്റെ ഹൃദയത്തെയും എന്റെ ജീവിതത്തെയും സമർപ്പിച്ചു തന്ന എന്റെ സ്നേഹത്തിന്റെ ബാധനമായ എന്റെ കരളിന്റെ കസനമായ എന്റെ ജീവിതത്തിന്റെ തുടിപ്പായ മുത്തേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹിക്കാൻ കഴിയുന്നില്ല നബിയേ, മല്ലദീ യബ്കാക യാ റസൂലല്ലാഹ്. എന്തിനാണ് നബിയെ ഇவ்விதം കരയുന്നതെന്ന് ചോദിച്ചപ്പോ മഹാനായ ബിലാൽ റളിയല്ലാഹു തആലാന്റെ വാക്ക് കേട്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ മുഖം പൊത്തി നോക്കുമ്പോ തന്റെ മുമ്പിൽ നിൽക്കുന്നത് ബിലാലാ. ആരുടെ ബിലാലാ? എപ്പോഴും ആളുകളുടെ മുമ്പിൽ ആ കറുത്തവനത്തിന്റെ റിസാലത്തിന്റെ ശരീരത്തോട് കെട്ടിപ്പിടിച്ചിട്ട് സഹാബാ ഇതാരെന്നറിയോ? ഇതെന്റെ സഹോദരന് ബിലാലാ, ഇതെന്റെ ബിലാലാ, ഇതെന്റെ സഹോദരന് ബിലാലാ. തൊലിക്ക് നിറം നൽകുന്ന മെലനിൻ എന്ന രാസവസ്തു കുറഞ്ഞതിന്റെ പേരിൽ ഖുറൈശികളുടെ അടുക്കളപ്പുറത്തിൽ അടിച്ചമർത്തപ്പെട്ട ലോകത്ത് മുഴുവനും പരിഹാസത്തിന്റെ കൂരമ്പകളേറ്റ് ജീവിതത്തിന് പരീക്ഷണത്തിന്റെ കനൽപഥങ്ങളിലൂടെ നടന്നുപോയ ബിലാലിനെ ചേർത്ത് പിടിച്ചിട്ട് എല്ലാവരുടെയും മുമ്പിൽ അഭിമാനത്തോട് ഇതെന്റെ സഹോദരന് ബിലാലാ, ഇതെന്റെ കരളിന്റെ കശനമായ ബിലാലാ എന്ന് പലപ്പോഴും പറഞ്ഞ് താനേറ്റവും സ്നേഹിക്കുന്ന ബിലാൽ റളിയല്ലാഹു തആല കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ മുഖമുയർത്തിയിട്ട് ചോദിച്ചു, ബിലാലേ എങ്ങനെയാ കരയാതിരിക്കുന്നത്? ബിലാലേ എങ്ങനെയാണ് കരയാതിരിക്കുന്നത്? ബിലാലേ. അല്ലാഹുവിന്റെ റസൂൽ തന്റെ ദീനരോധനത്തിന്റെ ഭിന്നാപുറത്തിന്റെ കഥ പറയുമ്പോ ഇവിടെ ചെറുപട്ടൂരിനെ കേൾക്കാനത്തിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് അല്ലാഹുവിന്റെ റസൂൽ കരയാനുള്ള കാരണമേതാ? കരച്ചിൽ തന്നെ മകൻ നഷ്ടപ്പെട്ടപ്പോഴും ഇതുപോലെ കരഞ്ഞിട്ടില്ല. തന്റെ പൊന്നുമോൻ ഇബ്രാഹിം മരണപ്പെട്ടപ്പോ പൊന്നുമോനെ ഇബ്രാഹിമേ, പൊന്നുമോൻ ഇബ്രാഹിമിന്റെ മയ്യത്തെടുത്ത് തന്റെ കയ്യിൽ പിടിച്ചിട്ട് ഇബ്രാഹിമേ, നിന്റെ വേർപാടിന് വാപ്പയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല മോനെ എന്ന് പറഞ്ഞ് കരയുമ്പോഴും പൊന്നുമോന്റെ മയ്യത്ത് കബറടക്കിയിട്ട് മസ്ജിദുൻ നബവിയുടെ മിമ്പറിന്റെ മുകളിൽ കയറിയിട്ട് സങ്കടമടക്കാൻ കഴിയാതെ സഹാബത്തിനോട് വാദം പറയുമ്പോ സഹാബാ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വല്ലൈനു തദ്മഉ വൽ ഖൽബു യഹ്സുനു, കൽബിലെ വിഷമം തീർന്നിട്ടില്ല. വല്ലൈനു തദ്മഉ, കബറിലെ കണ്ണുനീര് തോന്നിട്ടില്ല. പക്ഷേ കൽബിലെ വിഷമം തീർന്നില്ലെങ്കിലും കണ്ണിലെ കണ്ണുനീര് തോന്നില്ലെങ്കിലും ലാ ഖൂലു ഇല്ലാ യുർദിർ റബ്ബു, എന്റെ റബ്ബിന് ഇഷ്ടപ്പെടാത്തൊരു വാക്ക് മുഹമ്മദ് പറയില്ലെന്ന് പറഞ്ഞ് മകൻ മരണപ്പെട്ടപ്പോ ആ മകനെ സ്വന്തം കൈകൊണ്ട് കബറടക്കിയ ദിവസം പോലും ആത്മസംയമനത്തിന്റെ പ്രതീകം കാണിച്ചു കൊടുത്ത മുത്തു റസൂൽ അന്നത്തെ ദിവസം പോലും ഇങ്ങനെ നിലവിളിച്ച് കരഞ്ഞിട്ടില്ല മുഅ്മിനേ. പിന്നെന്തോത്തിട്ടാണ് ഹബീബായ നബി തങ്ങൾ അന്നത്തെ രാത്രിയിൽ കരഞ്ഞത്? ഇവിടെയാണ് ചിന്തിക്കുന്നവർക്ക് ദിട്ടാന്തമുണ്ട്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ബിലാലേ എങ്ങനെയാ ഞാൻ
കരയാതിരിക്കുക. ഇന്നലെ രാത്രി ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷയുടെ അടുത്ത് കിടക്കുമ്പോ പാതിരാത്രിയായ സമയത്ത് ലോകം മുഴുവനും ഉറങ്ങിക്കിടക്കുമ്പോ ഗഗനലോകത്ത് നിന്ന് ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി ജിബ്രീൽ വന്നു അല്ലാഹു ഇന്നലെ രാത്രി കടപ്പറയിൽ കിടക്കുമ്പോ എനിക്ക് ഖുർആന്റെ ആയത്ത് ഇറക്കി തന്നു. ഏതായത്താ ഇറക്കി തന്നതെന്നറിയോ? ജിബ്രീൽ വന്നിട്ട് എന്നോട് പറയാ, ഈ തപ്പന മരത്തിന്റെ ഓല വിരിച്ചിട്ട് മണൽത്തരിയുടെ മുകളിൽ കിടന്ന് എന്നോട് രാത്രി ഖുർആന്റെ ആയത്ത് ഇറങ്ങി. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ഈ ആയത്തിന് എനിക്ക് ഇറങ്ങി ബിലാല്. ഇത് കേട്ടപ്പോ എനിക്ക് പിന്നെ കടപ്പറയിൽ കിടന്നിട്ട് ഉറക്കം വന്നില്ല. ഞാൻ ഇവിടെ വന്നിട്ട് അള്ളാന്റെ മുമ്പിൽ പേടിച്ച് കരയാണ് ബിലാൽ. പാതിരാത്രി ഭാര്യയുടെ ചാരത്ത് കിടക്കുന്ന മുത്തു മുസ്തഫാനെ പള്ളിയിൽ കൊണ്ടുവന്ന് പൊട്ടിക്കരയിപ്പിച്ചിട്ട് രാത്രി മുഴുവനെ നിസ്കരിക്കാൻ പ്രേരിപ്പിച്ച ആയത്തിന്റെ അർത്ഥമേതെന്നറിയോ? ആ ആയത്താണ് നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയം. ഇത് വെറുതെ ഒരു ഗൗരവതരമായ ആയത്താണിത്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലുണ്ട്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലുണ്ട്. ഈ ആയത്തിന്റെ അർത്ഥം നന്നായിട്ട് മനസ്സിലാക്കണേ. ഇത് കേട്ടിട്ടാണ് മുത്തു റസൂൽ ഫരിഷ്തേ കിദം റസൂലേ ഉമം ഗുലാമേ കറം നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കബൽ തടത്തിലൂടെ കണ്ണുനീര് തടം തല്ലിയാ തുടങ്ങുന്ന രീതിയിൽ പ്രവാചകന്റെ മനസ്സിനെ പരിഭ്രാന്തിയിൽപ്പെടുത്തിയ ആയത്തിന്റെ അർത്ഥം ഇതാണ്, വേറൊന്നുമില്ല. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലുണ്ട്. രാപകലുകളുടെ വ്യതിയാനങ്ങളിലുണ്ട്. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. പഠിച്ചോ പറയാ, ഏറ്റവും വലിയ ബുദ്ധിമാനാരാ? ആ ബുദ്ധിമാൻ ബിസിനസ് കൊണ്ട് പണമുണ്ടാക്കുന്നവനല്ല. അവന് കുറച്ചു കാലം കൊണ്ട് പണക്കാരനാവുന്നില്ല, കുറച്ചു കാലം കൊണ്ട് പണക്കാരനാവുന്നവനല്ല. അതൊക്കെ അല്ലാഹു ഓരോരുത്തർക്ക് കൊടുക്കുന്ന അനുഗ്രഹങ്ങളാണ്, ഔദാര്യങ്ങളാണ്. അല്ലാഹു പറയാ, ഏറ്റവും വലിയ ബുദ്ധിമാനാരാ? അല്ലദീന യദ്കുറൂനല്ലാഹ്, അവരെപ്പോഴും അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്നവരാ. ഏത് സമയത്തും അവർ അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്നവരാ. ഏതൊക്കെ സമയത്തെന്ന് പറഞ്ഞാൽ ഖിയാമം വഖുഊദൻ വഅലാ ജുനൂബിഹിം, അവരെ നിൽക്കുമ്പോഴും അവർ ഇരിക്കുമ്പോഴും അവരെ കിടക്കുമ്പോഴും. ഏത് സമയത്ത് പറഞ്ഞാൽ ഏത് സമയത്ത് നിൽക്കുകയാണോ, ഇരിക്കുകയാണോ, കിടക്കുകയാണോ, ഉണർവിലാണെങ്കിലും ഉറക്കത്തിലാണെങ്കിലും അവരുടെ ഹൃദയം മുഴുവനും അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയാ. ഏത് സമയത്തും അവരുടെ മനസ്സിന്റെ ചിന്ത അല്ലാഹ്, എന്റെ അല്ലാഹ്. ഏത് സമയത്തും അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കുകയോ. എങ്ങനെയാ അവർ അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്നതെന്നറിയോ? ആകാശഭൂമികളെ കുറിച്ച് അവര് ചിന്തിക്കുകയോ. അല്ലാഹുവേ, ആകാശത്തെ കുറിച്ച് ചിന്തിക്കേണ്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറഞ്ഞതെന്നറിയോ? ആകാശഭൂമികളിൽ എന്തൊക്കെയുണ്ടെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ആകാശത്തേക്ക് നോക്കിയാൽ ഞാൻ അതിന്റെ ശാസ്ത്രീയ വശങ്ങളിലോട്ട് കടന്നു പോകുന്നില്ല. ഈ പ്രതിസാരമായ ആകാശത്തെ കുറിച്ച് ചിന്തിച്ചാൽ ഈ കാണുന്ന 20 കിരുവും അത് മാത്രം വ്യാസമുള്ള ഈ ഒരു പന്തല് താങ്ങി നിർത്താൻ 4 തൂണുകൾ വേണം. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ ചെറുപ്പക്കാരാ? ഈ ഭൂമിക്ക് മുഴുവനും മേലാപ്പ് പോലെ വിരിച്ചിട്ടിരിക്കുന്ന ആകാശമുണ്ടല്ലോ, ആ ആകാശത്തെ താങ്ങി നിർത്താൻ എവിടെയാണ് ഒരു തൂണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്?
അല്ലാഹു ചോദിക്കുകയാ അഫലം യൻളുറൂ ഇല സമാഇ ഫൗകഹും കൈഫ ബനൈനാഹാ വസയ്യനാഹാ വമാ ലഹാ മിൻ ഫുറൂജ്. ഒരു തൂണ് പോലുമില്ലാതെ വിശാലമായ ആകാശത്തെ ഞാൻ നാട്ടി നിർത്തിയിട്ട് എവിടെയെങ്കിലും ഈ ആകാശത്തിൽ എവിടെയെങ്കിലും നിങ്ങളൊരു കീറൽ കാണുന്നുവോ? നമ്മുടെ വീടിന്റെ മുറ്റത്തൊരു നീല ടാർപ്പായ വിരിച്ചു കെട്ടിയാൽ മഴയൊന്ന് പെയ്ത് വെള്ളം തൂങ്ങിയാൽ എവിടെയൊക്കെയാ കീറിപ്പൊട്ടി പോവുക? ആകാശം എന്ന വിശാലമായ പരവതാനിക്കൊരു തൂണ് പോലുമില്ലാതെ അല്ലാഹുല്ലദീ റഫഅ സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ, നമുക്ക് കാണാൻ കഴിയാത്ത തൂണുകൾ കൊണ്ട് ആകാശത്തെ താങ്ങി നിർത്തി എന്റെ അല്ലാഹ് ഇത്ര വലിയ ആകാശത്തിനൊരു തൂണ് പോലും കൊടുക്കാതിരുന്നിട്ട് അവിടെ ഒരു കീറൽ പോലും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ. ഇങ്ങനെയൊക്കെ അല്ലാഹുവിനെ നമ്മൾ ചിന്തിക്കുമ്പോ രാപകല വ്യതിയാനങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോ രാത്രി ഒരു സമയമാകുമ്പോ തീരുണ്ടു, പകലതാ മഗ്‌രിബിന്റെ ബാങ്ക് വിളിക്കുമ്പോ പൊന്നമ്പലി തിങ്കൾ കല പടിഞ്ഞാറൻ ചക്രവാളത്തിന് മുഖമൊളിപ്പിക്കുന്നു. ആ പകല് വിട പറയുന്ന സമയത്ത് തന്നെ രാത്രി കടന്നു വരുന്നു. രാത്രി രാവിലെ പ്രഭാതം വരുമ്പോ രാത്രി വിട പറയുന്നു. കവിയുടെ വാക്ക് കടമെടുത്തു പറഞ്ഞാൽ എത്ര സുന്ദരമാണ് ഈ കാഴ്ച. പ്രത്യേക സമയത്ത് രാത്രി വരുന്നു, രാത്രി പോകുമ്പോ പകല് വരുന്നു. കവി പറഞ്ഞതുപോലെ നിശയതു വന്നു വിളിച്ചു സന്ധ്യ വിട പറയാനായി നിൽപ്പുണ്ട്. ഇളകുന്നതിലീ തരുലതയെല്ലാം കരപരിലാളനമതിലാര്. ഈ കൃത്യമായി രാത്രിയെ കൊണ്ടുവരുന്നതാരാ? കൃത്യമായി പകലിനെ സംവിധാനിക്കുന്നതാരാ? അത് മറ്റാരുമല്ല, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവാണ് ഇതൊക്കെ ചെയ്തു തരുന്നതെങ്കിൽ നിന്റെ രാപ്പകലുകളിൽ നിന്റെ ഊണിലും ഉറക്കത്തിലും നിന്റെ കിടപ്പിലും നിന്റെ ചേട്ടയിലും നിന്റെ നിശ്ചേട്ടയിലും ഓരോ സമയത്തും നീ ചിന്തിക്കണം. അല്ലാഹുവേ ആകാശ ഭൂമികളെ കുറിച്ച് സൃഷ്ടിക്കുമ്പോ അതിനെ കുറിച്ച് ചിന്തിക്കുമ്പോ അവരറിയാതെ പറഞ്ഞു പോകും അല്ലാഹ് റബ്ബനാ هذا باطلا سبحانك فقنا عذاب النار. ഞാൻ എന്റെ വിഷയത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗത്തോട്ട് പറയട്ടെ. ഞാൻ പറയുന്നത് ഒരു ആസ്ട്രോണമി ഞാൻ പറയുന്നില്ല, ഒരു ജോഗ്രഫി ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ ചിന്താ മണ്ഡലങ്ങളെ നിങ്ങൾക്ക് ചിന്തിച്ചാൽ കിട്ടാത്ത അപ്രാപ്യമായ അനന്യ സാധാരണമായ അഭൗതികമായ ലോകത്തിന്റെ സർവ്വവിജ്ഞാനങ്ങളിലേക്ക് നിങ്ങളെ ഞാൻ മാടി വിളിക്കുന്നില്ല. സഹോദരിമാരെ ചിന്തിക്കും വാക്ക് ഉസ്താദ് സയൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? പെങ്ങളെ കബറും കഫൻ തുണിയും മാത്രമല്ല, അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കാൻ സമയമായില്ല മോളെ. അല്ലാഹു പറയാ, നീ സയൻസ് പഠിക്കണ്ട, നീ ഡിഗ്രി പാസ്സാവണ്ട, നീ നിന്റെ മുറ്റത്തിരുന്നിട്ട് ആകാശത്തോട്ട് നോക്ക്, അല്ലാഹു നിനക്ക് പ്രതിഫലം തരും മോളെ. ആകാശത്തെയും ഭൂമിയെ കുറിച്ച് ചിന്തിക്കുമ്പോ അറിയാതെ നമ്മളെല്ലാം പറഞ്ഞു പോകും അല്ലാഹുവേ. ബുദ്ധിമാന്മാര് പറഞ്ഞു പോകും അല്ലാഹുവേ റബ്ബനാ മാ ഖലഖത ഹദാ ബാതിലാ. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല റബ്ബേ. സൂര്യനെ നീ കിഴക്കുദിപ്പിച്ചത് വെറുതെയല്ല, പടിഞ്ഞാറ് അസ്തമിപ്പിച്ചത് വെറുതെയല്ല, ഭൂമിയെ നീ പരത്തി തന്നത് വെറുതെയല്ല, ഈ ആകാശത്തെ മേലാപ്പാക്കിയത് വെറുതെയല്ല, മേഘമാളികയിൽ നിന്നും മഴത്തുള്ളികളെ വർഷിപ്പിച്ചത് വെറുതെയല്ല. നീ എല്ലാത്തിനും കഴിവുള്ളവനാണ് റബ്ബേ. ആകാശത്തിന്റെ ശൂന്യതയിൽ നിന്ന് മഴ വർഷിപ്പിക്കാൻ കഴിവുള്ള നിനക്ക് ഇവിടെ നോക്കി സഹോദരങ്ങളെ, അല്ലാഹു പറയാ, നിങ്ങൾ അല്ലാഹുവിന്റെ ആകാശത്തെയും ഭൂമിയെയും ചിന്തിച്ചിട്ട് പറയണം അല്ലാഹുവേ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. അല്ലാഹുവേ കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹുവേ. ആകാശം മുട്ട കത്തിക്കാളുന്ന നരകത്തിന്റെ തീയിൽ നിന്ന് ഞങ്ങളുടെ ശരീരത്തെ കാക്കണേ അല്ലാഹ്.
ആകാശഭൂമികളെ കുറിച്ച് ചിന്തിച്ചിട്ടൊരു മുസ്ലിം ദുആ ചെയ്യണതെന്റെ ബാധ്യതയാ. എന്നെ കേൾക്കാനൊക്കെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഇത് പറയാനുള്ള കാരണം ഏതെന്നറിയോ? ആകാശത്തിന്റെ ഒരു ദിട്ടാണ് ഞാൻ പറഞ്ഞു തരട്ടെയോ? ചിന്തിക്കുന്നവർക്ക് ദിട്ടാണമുണ്ട്. അല്ലാഹു പറയാ, അല്ലാഹുല്ലദീ നസല മിനസ് സമാഇ മാ. ഇപ്പൊ തന്നെ ഞാൻ പറയട്ടെ, കൊടും വേനലിലേക്ക് നമ്മുടെ നാട് നടന്നുപോയി. വേനല് കാരണത്താൽ നമ്മുടെ ഈ സസ്യങ്ങൾ മുഴുവൻ നനഞ്ഞു ഈ കരിഞ്ഞുണങ്ങി നിൽക്കുകയാ. അല്ലാഹു പറയുന്നു, മെയ്യാകുമ്പോ, ജൂൺ മാസമാകുമ്പോ, വർഷക്കാലമാകുമ്പോ ആകാശ ലോകത്ത് അല്ലാഹുവിന്റെ അനുഗ്രഹമായ മഴത്തുള്ളി ഇങ്ങനെ താഴോട്ട് പെയ്യുമ്പോ അതേവരെ കരിഞ്ഞുണങ്ങി കിടന്ന ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി എന്ന് നമ്മളെ കരുതി പോകുന്ന കരിഞ്ഞുണങ്ങിയ സസ്യങ്ങളുടെ മുകളിലേക്ക് അല്ലാഹുവിന്റെ ആകാശത്ത് നിന്ന് മഴ വരുമ്പോ അല്ലാഹു പറയാ, ഫാഹിയൈനാ ബിഹി ബൽദത്തൻ മൈതാ. ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഫാഹിയൈനാ ബിഹി, ആ ആകാശത്തു നിന്ന് വരുന്ന മഴത്തുള്ളികൾ കൊണ്ട് ഞാൻ ജീവൻ കൊടുക്കുന്നു. ബൽദത്തൻ മൈതാ, മരിച്ച് ചത്ത് കിടക്കുന്ന ഒരു ഭൂമിക്ക് ഞാൻ ജീവൻ കൊടുക്കാറില്ലേ? അല്ലാഹു ചോദിക്കുകയാണ്, മുസ്ലിമേ, കരിഞ്ഞുണങ്ങി കിടക്കുന്ന ഈ ഭൂമിയിലേക്ക് വെറും വെള്ളത്തുള്ളി കൊണ്ടുവന്ന് പതിപ്പിച്ചപ്പോ ആ കരിഞ്ഞുണങ്ങിയ സസ്യങ്ങൾക്ക് വീണ്ടും ജീവൻ കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ ശരീരത്തിൽ നിന്ന് റൂഹ് വിട പറഞ്ഞു പോയി. പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി ഖബറിന്റെ ഉള്ളിൽ അടക്കിയിട്ട് മണ്ണ് മാറിയിട്ട് എല്ലാവരും പിരിഞ്ഞുപോയി. അവസാനം 3-ാമത്തെ ദിവസം മുതൽ 4 മാസം വരെ നിന്റെ മാംസവും നിന്റെ അസ്ഥികളും പള്ളിക്കാട്ടിലെ ഖബറിലേക്ക് ഞെരിഞ്ഞു ചേർന്ന് ഒന്നുമല്ലാതെ മണ്ണിലേക്ക് നുരുമ്പിപ്പോയ നിന്നെ നാളെ പരലോകത്തെഴുന്നേറ്റ് നിർത്തുമ്പോ ഈ ചത്ത് കിടക്കുന്ന ഭൂമിയിലെ സസ്യങ്ങൾ മുളപ്പിക്കുന്നത് പോലെ ഖബറിന്റെ ഉള്ളിൽ അടിഞ്ഞു പോയ നിന്നെ നാളെ എന്റെ മുമ്പ് റബ്ബിന്റെ മുമ്പ്, ജബ്ബാറായ റബ്ബിന്റെ മുമ്പ്, അദൂരായ റബ്ബിന്റെ മുമ്പ്, നീതിമാനായ റബ്ബിന്റെ മുമ്പ്, ആർക്കും വഴങ്ങാത്ത ഏകാധിപതിയുടെ മുമ്പ്, ആരും മടിച്ചമട്ടാത്ത സ്വച്ഛാധിപതിയുടെ മുമ്പ് നിന്നെ ഇതേപോലെ വളർത്തിയെടുക്കാൻ നാളെ നീ മണ്ണോട് മണ്ണ് ഖബറിലോട്ട് ചേർന്ന് പോയതിനു ശേഷം പരലോകത്ത് ഇതേപോലെ നിന്നെ ജനിപ്പിച്ചെടുക്കാൻ എനിക്ക് കഴിയുമെടാ മാനവാ, എടാ തമ്മാടി, എനിക്കതിനെ കഴിയുമെടാ. അത് നീ മനസ്സിലാക്കാനാണ് ആകാശത്തെ നോക്കാൻ പറഞ്ഞത്. ആകാശത്തിന്റെ മഴത്തുള്ളികൾ കൊണ്ട് ചത്ത് കിടക്കുന്ന ഭൂമിക്ക് പുനർജന്മം കൊടുത്തതുപോലെ മണ്ണിലേക്ക് ചേർന്നുള്ള നിന്നെ പരലോകത്ത് ഈ കാണുന്ന രൂപത്തിലും ഭാവത്തിലും കോലത്തിലും നിന്റെ ജീവിതത്തിന്റെ കൃതാർത്ഥങ്ങളെ വിചാരണ ചെയ്യാൻ എനിക്ക് നിന്നെ പുനർജീവിപ്പിക്കാൻ കഴിവുണ്ട്. അതുകൊണ്ട് ബുദ്ധിമാന്മാരാരാ, ആകാശത്ത് വർഷകാലത്ത് മഴ പെയ്യുമ്പോ ആ മഴത്തുള്ളികളിൽ നിന്ന് വീടിന്റെ മുറ്റത്ത് സസ്യം മുളച്ചു വരുമ്പോ ബുദ്ധിമാനായ നീ, ബുദ്ധിമതിയായ നീ, നിന്റെ വീടിന്റെ പുറകുഭാഗത്തും മഴ കഴിഞ്ഞിട്ട് സസ്യം മുളക്കുമ്പോ ആ സസ്യത്തെ നോക്കിയിട്ട് നീ കരയണം മുസ്ലിമേ. ആ സസ്യത്തെ നോക്കി കരയണം മുസ്ലിമേ. ചെടിച്ചട്ടിയിൽ കൊണ്ടുപോയി നമ്മൾ നട്ടിട്ട് വരൾച്ച കാലത്ത് വെള്ളമെടുക്കാതെ വരണ്ടുണങ്ങി നിൽക്കുന്ന ആ ചെടിയിലേക്ക് മഴക്കാലത്ത് വെള്ളം വന്നിട്ട് ആ ചെടിയിൽ പുഷ്പം വിടരുമ്പോ അതിനെ നോക്കി നിന്നിട്ട് നിനക്ക് പൊട്ടിക്കരയാൻ പറ്റുമോ? നീയാണ് യഥാർത്ഥ മുത്തഖിയായ മുഅ്മിന്. അല്ലാഹുവേ, അല്ലാഹുവേ, എന്റെ വീടിന്റെ മുറ്റത്തെ ചെടിച്ചട്ടിയിൽ ചത്ത് കിടന്നിരുന്ന ഈ സസ്യത്തെ ഒരു മഴത്തുള്ളി കൊണ്ട് നീ പുനരുജ്ജീവിപ്പിച്ചല്ലോ അല്ലാ. നാളെ ഞാൻ മരിച്ചിട്ട് ചെറുവട്ടൂർ പള്ളിയുടെ ഖബർസ്ഥാനിൽ കിടന്ന് ഒന്നുമല്ലാതെ എന്റെ ശരീരം മണ്ണിലോട്ട് ചേർത്തിട്ട് ഒരു മഴത്തുള്ളി കൊണ്ട് നാളെ നിന്റെ മുമ്പിൽ ഇതേപോലെ നീ എന്നെ ജനിപ്പിക്കുമല്ലോ അല്ലാ എന്ന് ചിന്തിക്കാൻ ആർക്ക് കഴിയുമോ? അതാണ് ബുദ്ധിമാനെന്ന് ലോകത്ത് തിരിച്ചറിഞ്ഞത് കൊണ്ട് മഹാനായ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂലിന്റെ സലാത്ത് പറ. നിങ്ങളോട് ഞാൻ പറയുന്നത് ലോകത്തിലെ ഏറ്റവും
ബുദ്ധിമാനാരാ. അതുകൊണ്ടാണ് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വനാന്തരത്തിൽ പുല്ലുമേഞ്ഞ് നടക്കുന്ന മാൻപേടകളെ കണ്ടപ്പോ ആ മാൻപേടകളോട് പറഞ്ഞത്, മാൻപേടകളെ നിങ്ങൾ എത്ര ഭാഗ്യവതിയാണ് മാൻപേടകളെ, ഞാൻ ഏറ്റവും വലിയ ബുദ്ധിമാനല്ല, നിങ്ങൾ എത്ര ഭാഗ്യവതിയാണ് മാൻപേടകളെ. നടന്നു പോകുന്ന വഴിയിൽ കരിമ്പാറക്കെട്ടിനെ കാണുമ്പോ കരിമ്പാറക്കെട്ടുകളെ നോക്കിയിട്ട് അബൂബക്കർ റളിയല്ലാഹു തആല പറയുമായിരുന്നു, അത്രേ നിങ്ങൾ എത്രയോ ഭാഗ്യവതികളാണ്. കാരണം പടച്ചറപ്പിന്റെ മുമ്പിൽ നാളെ നിങ്ങൾക്ക് വിചാരണയില്ലല്ലോ, നാളെ നിങ്ങൾക്ക് പുനർജന്മമില്ലല്ലോ, നിങ്ങൾക്ക് നരകത്തെ പേടിച്ച് കരയണ്ടല്ലോ പാറക്കെട്ടുകളെ. കൈഫ ഹാലി യാ ഇലാഹി ലൈസ ലീ ഖൈറുൽ അമൽ സുഅഫാനി കസീറുൻ സാദു തഅതി ഖലീൽ. പാറക്കെട്ടുകളെ നോക്കിയിട്ട് പൊട്ടിക്കരയുമായിരുന്നു മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ആകാശഭൂമികളെ കുറിച്ച് ചിന്തിച്ചിട്ട് പൊട്ടിക്കരയണം. റബ്ബേ ഞങ്ങളെ നരകത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്. അല്ലാഹു നമുക്ക് നരകത്തിൽ നിന്ന് മോചനം നൽകട്ടെ. എപ്പോഴും റബ്ബിനെ കുറിച്ച് ഓർക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് നമുക്ക് അല്ലാഹുവിനെ കുറിച്ച് ഓർക്കാനുള്ള സമയത്ര നമ്മൾ ഒരു ദിവസം അള്ളാഹിനെ കുറിച്ച് ഓർക്കുന്ന സമയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 24 മണിക്കൂറിന്റെ ഉള്ളിൽ 25 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ്, അത് തന്നെ കൃത്യമല്ല. അള്ളാഹ് പറഞ്ഞു, നബി തങ്ങൾ ഈ ആയത്ത് കേട്ടപ്പോൾ ഉറക്കം വരാതെ പോയി പൊട്ടിക്കരഞ്ഞു. സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹിനെ കുറിച്ച് ഓർക്കണം, എന്നിട്ട് നരകത്തെ ഓർത്ത് കരയണം. അവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ. അള്ളാഹു നമുക്ക് ആ കണ്ണീർ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമുക്ക് കരയാൻ തൗഫീഖ് നൽകട്ടെ.